നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ തെരുവ് യുദ്ധം നടത്തേണ്ടി വരുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെയും ചോദ്യം ചെയ്ത് കോൺഗ്രസ് നടത്തിയ നിയമ പോരാട്ടത്തിന് ഈ വിധി കരുത്തേകിയിരിക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കേസിലെ സുപ്രീം കോടതിയുടെ ഈ വിധി കേന്ദ്ര ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയാണ്. കോൺഗ്രസ് ആകട്ടെ ഈ വിധിയെ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നമുക്ക് കേരളീയർക്കും അഭിമാനിക്കാനായിട്ട് വകയുണ്ട്. കാരണം ഈ ഹർജി സമർപ്പിച്ചവരിൽ ഒരാൾ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള നേതാവുമായിട്ടുള്ള KC വേണുഗോപാലായിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്, അതായത് ഓഗസ്റ്റ് 1 പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 65 ലക്ഷത്തോളം ആളുകളുടെ പേരുകൾ ഒഴിവാക്കിയിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. യാതൊരു വ്യക്തമായ കാരണവുമില്ലാതെയും വോട്ടർമാരെ അറിയിക്കാതെയും അവരുടെ പേരുകൾ നീക്കം ചെയ്തത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നിയമപരമായിട്ടുള്ള പോംവഴികൾ തേടിയത്. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിലെ ദുരൂഹത നീക്കാൻ സുപ്രീം കോടതി അതിശക്തമായി ഇടപെടൽ നടത്തി. നീക്കം ചെയ്യപ്പെട്ട 65 ലക്ഷം വോട്ടർമാരുടെ പേര്, അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ കാരണം എന്നിവ പരസ്യപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. ഇത് ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തു. വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രധാനമായൊരു നീക്കമാണിത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി മുൻപ് പലപ്പോഴും ശബ്ദമുയർത്തിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകണമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി അതേ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിലപാടുകളുടെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ശരികളും തെളിയിക്കുകയാണ്. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ കൂടുതൽ സുതാര്യവും സത്യസന്ധവുമാക്കാൻ ഈ വിധി ഇനി സഹായകമാകും. ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾക്ക് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയുമായി ആധാർ ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇതൊരു വലിയ നേട്ടമായി തന്നെ KC വേണുഗോപാൽ അടക്കം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഈ നടപടിയിൽ കോടതി കർശനമായ നിർദ്ദേശങ്ങൾ നൽകി. ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ പട്ടിക ചൊവ്വാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കണം. ബീഹാറിലെ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിൽ ഈ പട്ടിക സംബന്ധിച്ച പരസ്യം നൽകണം. ദൂരദർശനിലും റേഡിയോ ചാനലുകളിലും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രക്ഷേപണം ചെയ്യണം. ജില്ലാ ഇലക്ടറൽ ഓഫീസർമാരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലും ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിധി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ലഭിച്ച ഒരു വലിയ താക്കീത് തന്നെയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ കോടതി എപ്പോഴും ജാഗരൂകമായിരിക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ പോരാട്ടം ജയിക്കേണ്ടത് കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ മാത്രം ആവശ്യമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നത് അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളിലാണ്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് രാജ്യത്തിന് യഥാർത്ഥ വിജയം കൈവരുന്നത്. ഈ സമരം വിജയിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ കൂടി വിജയമായി മാറുകയും ചെയ്യും.